കാർഷിക സംസ്കൃതിയുടെ ഓർമ്മകൾ ഉണർത്തുന്ന വിഷു ആഘോഷത്തിലെ പ്രധാന ചടങ്ങാണ് കണികാണൽ. കണിയൊരുക്കുന്നതിന് പ്രധാനമായി കണിവെള്ളരി വിളവെടുക്കുന്ന തിരക്കിലാണ് കർഷകർ. സ്വർണ്ണ നിറമാർന്ന കണിവെള്ളരിക്ക് വിഷുക്കണിയിൽ സവിശേഷ സ്ഥാനമാണുള്ളത്. അതുകൊണ്ട് തന്നെ വിഷുവിന് മുൻപേ വിളവെടുക്കാനായി ഫെബ്രുവരി മാസം ആദ്യം വെള്ളരി കൃഷി ആരംഭിക്കും. മണ്ണൊരുക്കാം കൂട്ടരേ, മനസ്സൊരുക്കാം കൂട്ടരേ, മണ്ണറിഞ്ഞ് പണിയെടുത്ത് മുന്നേറാം കൂട്ടരേ, മുന്നേറാം കൂട്ടരേ. 4 നൂറ്റാണ്ട് കാലമായി കണിവെള്ളരി കൃഷി ചെയ്യുന്നയാളാണ് പുല്ലഴി സ്വദേശിയായ ആലാട്ട് ചന്ദ്രൻ. ലാഭം മാത്രം നോക്കിയല്ല ഈ കർഷകൻ വെള്ളരി കൃഷി ചെയ്യുന്നത്. വിഷുവിന് കുറേ പേർക്കെങ്കിലും കണി കാണാൻ നാടൻ വെള്ളരി ലഭ്യമാക്കുക എന്നതാണ് ഈ കർഷകന്റെ ആഗ്രഹം. ജൈവ രീതിയിൽ ചെയ്യുന്ന കാരണം കൊണ്ട് ഏറ്റവും പുല്ലും കാടായിട്ടുള്ള രീതിയാണ്. അത് ചൂടിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുല്ലിനെ ഇതിൽ വളർത്തുന്നത്. നേരിട്ട് കാണാൻ കൂടുതൽ പൂമ്പാറ്റകളും ചെറിയ പ്രാണികളും നിറച്ചിതിലുണ്ടാവും. പക്ഷേ വെള്ളരിക്ക് യാതൊരു ദോഷം കാണുന്നില്ല. കൂടുതൽ ജൈവ കൃഷി എന്നുള്ള ആകർഷണം എല്ലാവർക്കും തോന്നുന്നതും ഞാൻ ചെയ്യുന്ന രീതിയും 100% ജൈവ രീതിയിലാണ് ചെയ്യുന്നത്. ഫെബ്രുവരി ആദ്യവാരം മണ്ണൊരുക്കി വിത്തുപാകും. മുളച്ചു പൊന്തിയ ചെടികൾ ചാണകപ്പൊടിയിട്ട് നനച്ച് പരിപാലിക്കും. 2 മാസമാവുമ്പോഴേക്കും വള്ളിപ്പടർപ്പുകളിൽ ഇലകൾക്കിടയിലായി കണിയൊരുക്കാൻ പാകത്തിൽ സ്വർണ്ണവർണ്ണമായിട്ടുണ്ടാകും വെള്ളരികൾ. വിഷുവിന് 4-5 ദിവസം മുൻപേ കുടുംബത്തോടൊത്ത് വെള്ളരി വിളവെടുക്കും. കുട്ടികളും കൂട്ടുകാരുമൊത്തുള്ള വിളവെടുപ്പ് മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചയാണ്. വിഷുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കണി കാണുന്നതിനുള്ള കണി വെള്ളരിക്കുക. അത് ആവശ്യത്തിന് ജനങ്ങൾക്ക് എത്തിക്കുന്നതിനുള്ള ചന്ദ്രേട്ടൻ്റെ ആ കഠിന പ്രയത്നം ഇവിടെ സഫലമാവുകയാണ്. രാസവളങ്ങളോ കീടനാശിനികളോ ഉപയോഗിക്കാതെ ജൈവകൃഷിയിലൂടെ ഉണ്ടാകുന്ന ഈ വെള്ളരി ആവശ്യക്കാർക്ക് കൊടുക്കാൻ തികയാറില്ല. എങ്കിലും കുറേ കുടുംബങ്ങളുടെ വിഷുക്കണിയൊരുക്കത്തിൽ ഇടം പിടിക്കുന്നുണ്ടല്ലോ താൻ നട്ടുനനച്ചുണ്ടാക്കിയ വെള്ളരി എന്ന സന്തോഷമാണ് ഈ കർഷക മനസ്സിൽ. തണലു തീർക്കാൻ കുട നിവർത്തി മരങ്ങൾ നിൽക്കും മണ്ണിത്, മണ്ണറിഞ്ഞ് പണിയെടുത്ത് മുന്നേറാം കൂട്ടരേ, മുന്നേറാം കൂട്ടരേ. ഫെസ്റ്റിവൽ ഡെസ്ക് TCV.